ഹലോ ഗായ്സ്, അങ്ങനെ പാറക്കുട്ടി എത്ര വിളിച്ചിട്ട് എണീക്കണില്ലെന്ന് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ എത്ര വിളിച്ചിട്ട് എണീക്കണില്ല. 2-3 ദിവസം പനിയും കാര്യങ്ങളായതുകൊണ്ട് ക്ലാസ്സിനൊന്നും പോയിട്ടില്ലായിരുന്നു. പിന്നെ നന്നായിട്ട് മഴയും കാര്യങ്ങളല്ലായിരുന്നു, അപ്പോൾ ക്ലാസ്സൊക്കെ ഒഴിവായിരുന്നല്ലോ. അതിൻ്റെ ശേഷം അച്ഛൻ പോയതിൻ്റെ ശേഷം മഴ കാരണം ക്ലാസ്സില്ലായിരുന്നു, പനിയായിരുന്നു, അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് എണീറ്റപ്പോൾ നല്ല ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എണീക്കണ വരെയുള്ളൂ അവൾക്ക് മടിയും കാര്യങ്ങളും. അത് കഴിഞ്ഞ് അവൾ ഉഷാറായിട്ടുണ്ട്. അങ്ങനെ മാമൻ കൊണ്ടുവന്ന റിബണും കാര്യങ്ങളും ക്യൂട്ടക്സൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇത് മാമൻ കൊണ്ടുവന്നതാണ് പാറുക്കുട്ടിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ മൈക്കും അതുപോലെ ബോക്സും ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ പാട്ട് പാടാനുള്ള ഒരുക്കത്തിലാണ്. മാറ്റിയിട്ട് ഒരു പാട്ടൊക്കെ പാടാമെന്ന് പറഞ്ഞിട്ട് മാറ്റിയൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനത്തെ പാട്ടൊക്കെ പാടി ഞങ്ങൾ താഴേക്ക് എത്തിയിട്ടുണ്ട്. താഴെ എത്തിയപ്പോൾ ആദ്യക്കുട്ടി എണീറ്റിട്ടോ. അങ്ങനെ ആദ്യക്കുട്ടി ഫുഡ് കൊടുത്തിട്ട് അവൻ കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല. അവന് ചെറുതായിട്ട് പനിയായിരുന്നു. പിന്നെ അതുപോലെ പാറുക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതാ. ഈ കിളീനോട് സംസാരിക്കാതെ അവൾക്ക് ക്ലാസ്സിന് പോകാൻ ഒരു ഇതില്ല കേട്ടോ. അവൾ കുറേ നേരം കിളികളോടൊക്കെ സംസാരിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ കിളികളെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവൾ മേലേക്ക് വന്നതായിരുന്നു. അങ്ങനെ കുറേ നേരം കിളികളോടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആദ്യക്കുട്ടൻ ആ പൂട്ടൊക്കെ തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ കിളികൾക്ക് വെള്ളം ഉണ്ടോയെന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ മേലേക്ക് കയറി വന്നത് തന്നെ. അങ്ങനെ കുറേ നേരം കിളികളോട് സംസാരിച്ച് കിളികളോട് കുറേ നേരം കിളികൾക്ക് വെള്ളം കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അവൾ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് നേരത്തെ വെള്ളമൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു അവസരം എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അച്ഛൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ വിളിക്കാമായിരുന്നു, കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ എത്ര വിളിച്ചിട്ടോ പാറുക്കുട്ടി വിളി കേൾക്കണില്ലായിരുന്നു. അച്ഛനോട് ചെറിയൊരു തെറ്റിലായിരുന്നു. അങ്ങനെ എത്രയായിട്ട് വിളി കേൾക്കണില്ലായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, അവൾ ചെറിയൊരു തെറ്റിലാണ്. എന്ത് കാരണം കൊണ്ടാണെന്നൊന്നും അറിയില്ല. പിന്നെ ആദ്യം കൂടെ അച്ഛാ വിളിച്ച് വരുന്നുണ്ടായിരുന്നു. കുറേ നേരം അച്ഛനോട് സംസാരിച്ചിരുന്നിട്ടോ. പിന്നെ സ്ക്രീനിൽ ആദിക്കുട്ടനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദിക്കുട്ടനെ സ്ക്രീനിൽ വലുതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അച്ഛനെ തൊട്ടാണ്ട് സ്ക്രീൻ വലുതാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ്റെതായ കുറച്ച് കുസൃതികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പാറുക്കുട്ടിന് സ്നാക്സിനായിട്ട് കടലയും അതേപോലെ കുറച്ച് പിസ്തയും പിന്നെ അതേപോലെ കുറച്ച് നേന്ത്രപ്പഴം നെയ്യിലിട്ടതും കേട്ടോ. പിന്നെ അതേപോലെ അവൾക്ക് ഫുഡിന് ഞാൻ കോഴിമുട്ട കാടമുട്ട ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അപ്പോൾ അത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പോവാനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം. അങ്ങനെ വണ്ടി വരുന്നവരെ ആദ്യം പാറും കൂടി കുറച്ച് നേരം കളിക്കാറുണ്ട്. അങ്ങനെ ആദ്യം ഇന്ന് മുന്നിലിരുന്നിട്ട് ചേച്ചിനെ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ആദ്യക്കൂട്ടിന് പറ്റണില്ല. ബാക്കിൽ ചേച്ചിനെ ഇരുത്തിയിട്ട് ചേച്ചി അവനെ കെട്ടിപ്പിടിക്കണം ഉമ്മയ്ക്കണമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാതും കഴിഞ്ഞ് പാറുക്കുട്ടീൻ്റെ വണ്ടിയൊക്കെ വന്ന് പാറുക്കുട്ടി ക്ലാസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു മോരും കറി ഉണ്ടായിരുന്നു, ഇലക്കറി ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചതും കേട്ടോ ഒന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ. അങ്ങനെ നേരത്തെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരത്തെ 12:30 കഴിയുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്, ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദിക്കുട്ടന് ചെറിയ പനി ആയതുകൊണ്ട് അവന് കഞ്ഞി കൊടുത്തിട്ടുള്ളൂ. അവൻ കഞ്ഞി കഴിച്ചു. അങ്ങനെ ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ടോ. അങ്ങനെ ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മേലേക്ക് ഇന്ന് റൂമിലേക്ക് കിടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മുയലുണ്ട്. ഒന്ന് ഏട്ടൻ വാങ്ങിക്കൊടുത്തതും ഒന്ന് ആനിയെ വാങ്ങിക്കൊടുത്തതുമാണ്. മുയലിനെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ കുറേ നേരം അതിന്മേൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് വലിയ ഉഷാറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പനി ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.